ആറാമത്തെ ദിവസം രണ്ടാമത്തെ ഭാഗത്തിലോട്ടാണ് പോകുന്നത് അല്ലേ സുമാജി? അങ്ങനല്ലേ കണക്കും പ്രകാരം? ആറാം ദിവസം പാർട്ട് 2 ആണ് പോകുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രന്റെ നമ്മൾ വായിക്കാനുള്ളത് ഭാഗങ്ങള് ശ്രീരാമ പട്ടാഭിഷേക വിഘ്നങ്ങളെത്താണ് നമ്മൾ വായിക്കാനുള്ളത്. നമുക്ക് വായിച്ചു തുടങ്ങാം. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വായിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സുമാജി തുടങ്ങിക്കോളൂ. സത്യസന്ധൻ നൃപവീര്യൻ ദശരഥൻ. ഹരേ കൃഷ്ണ. സത്യസന്ധൻ പ്രഭു എന്തോ എനിക്ക് ഓഫീസ് കോൾ ഉണ്ട്, ഇപ്പതാ അവര് വിളിച്ചോണ്ടിരിക്കണം. ഇവിടെ ഓൺ ചെയ്ത് വെക്കാൻ സുമാജി വായിച്ചു. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ഭഗവതി ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് ചേച്ചി ആശാമാതാജി, രാമ അഭിഷേക വിഘ്നം എന്ന ഭാഗം ടൈറ്റിൽ ഉണ്ട്, കിട്ടിയായിരുന്നു? അവിടെ തൊട്ടാണ് വായിക്കുന്നത്. സത്യസന്ധൻ നൃപവീരൻ സത്യസന്ധൻ നൃപവീരൻ അവിടെ രാമാഭിഷേക വിഘ്നം തുടക്കം മുതൽ ഇതിനകത്ത് കിടക്കുന്ന വാനവരെല്ലാം അല്ല, സത്യസന്ധൻ നൃപവീരൻ, അതാണ് കറക്റ്റ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകും. 440 ശ്ലോകം കുറച്ചും കൂടെ പിന്നോട്ട് ഒരു 10 വരി പിന്നോട്ട്, അത്രേ ഉള്ളൂ. 10 വരി, കൂടുതൽ പോകണ്ട. കണ്ടില്ലേ? സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്ര അഭിഷേകം കഴിച്ചിടുമെന്നുമേ. ദുർഗേ ഭഗവതി ദുഷ്കൃത നാശിനി എന്നൊക്കെ കാണാം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. അവിടെ മാനവരെല്ലാം ഉള്ള സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ വരും. സ്മാജി സ്റ്റാർട്ട് ചെയ്തോളൂ. വണ്ടി അങ്ങോട്ട് വരും. ഓക്കെ, ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി കൃതമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം അടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻപദാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ശിവക്രയാം കുജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ദരെ ചൊല്ലു നീ രാജനെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടുന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവുമില്ലെന്നു നിർണയം. രാമഭിഷേകം അടുത്ത നാളുണ്ടെടോ
കാമിനി മാർക്കുല മൗലി മാണിക്യമേ. ഇത്തമാവൾ ചൊന്നതും കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു. കേകയ പുത്രിയും ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതി. നിന്നൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയ മെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കളെനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിലൊട്ടുമേ ഭേദമവനില്ലൊരിക്കലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ മറന്നു നേരത്തെ അപ്ഡേറ്റ് ചെയ്യാൻ. അല്ല, എനിക്ക് തോന്നണേ പ്രഭു അവിടെ പറഞ്ഞതാ സും ചേച്ചി. ഹരേ കൃഷ്ണ. അങ്ങനെയെന്ന് തോന്നുന്നു, ഫോണില് പറഞ്ഞതാ. അശാന്തമെന്നയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവനവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയ പുത്രിതൻ വാക്കുകൾ കേട്ടവർ പാപേ മഹാഭയം കാരണം കേട്ട നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ കൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ. മാതുലനെ കാൺമാതിന്നയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതു. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതു കണ്ടു നിർഭാഗ്യമായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യ നന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിൽ കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപ്തന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനിൽ 7 ആണ്ടു കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോട് കൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നു സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു യഥാക്ഷകീലം. പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശേ ധൈര്യേണ നീ. ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ ഹരേ കൃഷ്ണ.
ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോരോ ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരീതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ ഭർതൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൻ ഊനം വരാതെ തരീകെന്നതു വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം എന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർക്കുന്തലഴിച്ചിട്ടു പൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ യതീനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ കൈകേയി മന്ദരയോടു ചൊന്നാളിനി രാഘവൻ കാനന തിന്നുപോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായ്കയിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നയവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരമകം പുക്കരുളിടിനാൻ അന്നേരമാത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവൾ ഇന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നതിൻ മേഷമെൻ മാനസേ ചെല്ലുവിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ
പൊടിയണിഞ്ഞാ തങ്കമോടു കിടക്കുന്നതെന്തു നീ ചെയ്തോ വിമോഹന രൂപേ ഗുണശീലേ ഭേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരീകളോ നരന്മാരോ ഭവതിയോടാരോരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡ്യനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പനവനെ ഞാൻ അർത്ഥവാനേറ്റ മനിഷ്ടവൻ നിനക്കെങ്കിൽ നിർധനനാക്കുവനെന്നും അവനെ ഞാൻ വന്ധ്യനെ വന്ധ്യനാക്കിയിടുവൻ വന്ധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണി ഞാൻ അങ്കനാരത്നമേ ചെയ്യുവൻ തവ ഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനി ഞാൻ സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരീകെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടുമിച്ചയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ നിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിൽ നിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകയിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റത്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഉള്ളൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തി വാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ
പങ്കജനേത്രനാം രാമാനുഷസിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃദ്ധ മിഥ്യയാക്കിയിടല കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേനയാമിനി പോയതു വത്സര തുല്യയായി ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗല്യവാദ്യ സ്തുതി ജയ ശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുഴ തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പദാദിയും വാനര നാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ ശ്രീ ബാലവൃന്ദ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി ഹരേ കൃഷ്ണ. നോക്കാം. സിമി ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി വായിച്ചോളൂ. മ്യൂട്ടാണേ. ഞാൻ കുറച്ച് വായിക്കാം, ശ്രമിക്കാം. കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഓക്കെ. അത് സിമ്മിയുടെ കയ്യിൽ രാമായണം ഉണ്ടോ കയ്യില്? ഉണ്ടുണ്ട്. അല്ല, ഞാൻ സിമ്മിയോട് ചോദിച്ചത് രാമായണം ഉണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഇല്ല. ഓക്കെ. ഞാൻ നാളെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കിട്ടുമല്ലോ. രാമായണം അവിടെ കിട്ടും. അവിടെ ഞാൻ മേടിക്കാം നാളെ. ഓക്കെ. അപ്പൊ ഞാൻ കേക്കാം. കിട്ടുവാണെങ്കില് പിന്നെ അവിടെ ഏതാ പബ്ലിഷേഴ്സ് നോക്ക് കേട്ടോ. നോക്കിട്ട് എന്നെ ഒന്ന് വിളിക്കും. ഞാൻ ഈ അമ്പലത്തിനടുത്ത് തന്നെ ഉണ്ട്. നാളെയോ? അല്ല, ഞാൻ ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. ശരി, ഞാൻ നാളെ വിളിക്കാം. അവിടെ എത്തിട്ട് വിളിക്കാം. ഓക്കെ. ഓക്കെ. ഡോക്ടർ ജി സ്റ്റാർട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ഹേമകുംഭങ്ങളും ശാർദുല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ ശ്രീബാലവൃന്ദാവതി കൗതുകലാബ്ധി നിമഗ്ധരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസെ തീർത്ഥ പരമാനന്ദത്തോടും മേവിനാർ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതിൻ രമ്യമകരായുധ മണികുണ്ടല സമുഗ്ധ ശോഭിത ഗന്ധസ്ഥലങ്ങളും പുണ്ടരീക ശബ്ദലോചന ഭംഗിയും പുണ്ടരീകരാതി മണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാന ദന്തങ്ങളും ബന്ധു
ബന്ധുകസുന സമാന ധരാഫയും കന്ദരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാപം തിരുമാറു മാതരവും ഉദരവും സന്ധ്യാ പ്രസന്നിഭ പീതാംബര ആഭയും കുഞ്ചേലമീതെ വിളങ്ങി മിന്നിയിടുന്ന കാഞ്ചന കാഞ്ചികളും അനുമധ്യവും കുംഭികുലൂന്മൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്ര മസ്തക സന്നിജോനു ഭോജബാണ നിഷങ്കാപജംഗവും ജംഗയും കമ്പം കലർന്നു കമ്മട പ്രവരനും കുമ്പിടുന്നോരു ഉറവടി ശോഭയും അംഭോജതുല്യമാം അംഘൃതലങ്ങളും അംഘീതലങ്ങളും രത്നം തുഴും തിരുമേനിയും ഹാരകടക വലയാങ്കുലീയാദി ഭരണാവലിയും കൊണ്ടും ആരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനായ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനം രാമചന്ദ്രം ഹരേ കൃഷ്ണ ചേച്ചി വായിച്ചു. പക്ഷെ തന്നിരിക്കുന്ന വാക്കുകൾ നല്ല കട്ടി വാക്കുകളായിരുന്നു. വായിക്കൊള്ളാത്ത വാക്കുകളാണ്. വായിച്ചോളൂ ചേച്ചി, വായിച്ചോളൂ. ഓക്കെ. ലക്ഷ്മി വാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതിസൂതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചേർത്ത വിഷാദമോടൗത്സുക്യ ഉൾക്കൊണ്ട് മാർത്താണ്ഡ ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ഥാനന്ദപൂർണ്ണ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയ വാണിയിടിനാർ ഹരേ കൃഷ്ണ. ഇപ്പം പട്ടാഭിഷേക വിഘ്നമാണെങ്കിലും ആരെയാ വർണ്ണിച്ചു നിർത്തിയത്? പിന്നെയും പൊങ്ങിയ വാണി ശ്രീരാമചന്ദ്രനെയാണ് വർണ്ണിച്ചു നിർത്തിയിരിക്കുന്നത്. സുമാജി അല്ലേ? അതെ അതെ, ശ്രീരാമചന്ദ്രനെ. അതായത് അവിടുത്തെ ജനങ്ങളെല്ലാം നാളെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകമാണ് എന്നുള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീരാമചന്ദ്രനെ ഒരുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഈ സംഗതികളൊന്നും ജനങ്ങൾക്ക് അറിയുന്നില്ല. ജനങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായിട്ട് ഇരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീരാമചന്ദ്രൻ നാളെ രാജാവാവുകയാണ്. ഞാൻ ആ ശ്രീരാമചന്ദ്രനെ വേഷഭൂഷാദികളോടെ കീർത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഇത്രയൊക്കെയായി നമ്മൾ പറഞ്ഞു. കൈകേയിന് വരം ചോദിച്ചു. നേരത്തെയുള്ള വാക്കുകളിലാണ് ദശരഥ മഹാരാജാവ് പ്രയാസപ്പെട്ടാണെങ്കിലും കൊടുത്തു. ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീഴുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ഒരു പതനം വന്നു? എന്തുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് അങ്ങനെ പറ്റിയത്? അവിടെയാണ്. ഇതിനിടയ്ക്ക് പിന്നെ വീണ്ടും പറയുന്നുണ്ട്, അവിടെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സ്വർണം, എങ്ങനെ കരി പരണ്ട സ്വർണം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ?
സ്വർണത്തിന് മുകളിൽ കരി പുരണ്ടിരുന്നു കഴിഞ്ഞാല് അല്ലേ? ആ വരികൾ ഏതാണ്? കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. നിഷ്പ്രഭം. അതായത് 24 കാരറ്റ് വേണ്ട, 28 കാരറ്റിന്റെ ഭാഗം കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ മാല കരിയോയിൽ പുരട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വല്ല ഗുണവും ഉണ്ടോ? ഒരു ഗുണവുമില്ല. അപ്പം അതുപോലെയാണ് ദുഷ്ടരുമായിട്ടുള്ള സംസർഗം. നമ്മൾ എത്ര നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ എത്ര നല്ലതായിട്ടാലും നമ്മൾ വിചാരിക്കും അവന്റെ സ്വഭാവം നല്ലതല്ല, എനിക്കും അറിയാം, പിന്നെ നമ്മളോടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങനെ ഒരു സുഹൃത്തിൽ പോകുന്നു. പക്ഷേ അതൊരു 20-20 രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. പൂർണ്ണമായിട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെയും ചീത്തയാക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മളും ആ വഴിയിലൂടെ പോകും. അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത് സജ്ജനങ്ങളുമായിട്ട് മാത്രമേ സൗഹൃദത്തിലാവൂ എന്നുള്ളത്. അവർക്കൊരു പക്ഷേ സാമ്പത്തികമായിട്ട് വരുന്നൊന്നും കാണത്തില്ല, പക്ഷെ അവർക്ക് തരാൻ നല്ല വാക്കുകൾ കാണും. ഈ നല്ല വാക്കുകൾ പണത്തെക്കാൾ ഏറെ പ്രയോജനം ചെയ്യും. സജ്ജനങ്ങൾ വളരെ കുറവായിരിക്കും, അവര് സാമ്പത്തികമായിട്ടും പിന്നോക്കത്തിലായിരിക്കും. കാര്യം അവര് അത്യാഗ്രഹികളല്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും നേടിയിട്ടുണ്ടാവില്ല. ഇവിടെ കൈകേയിക്ക് പറ്റിയതും അവിടെയാണ്. ദുഷ്ട സംസർഗം വന്നുകൂടി, അസത്സംഗം വന്നു, അസത്വമായിട്ട് കൂടി. അങ്ങനെ മന്ധര എന്ന നമ്മൾ കണ്ടു, ആ ബാല്യക്കാരി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിഷം കൈകേയിയിൽ കുത്തിവെച്ചു. അങ്ങനെ കൈകേയി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്തു. പകർന്നു കൊടുത്തില്ല, കൈകേയിയിൽ ആ വിഷം വ്യാപിച്ചു. അത് ദശരഥനെ ദോഷം ചെയ്തു, ശ്രീരാമചന്ദ്രനെ ദോഷം ചെയ്തു, എല്ലാത്തിലും ഉപരി ദോഷം ചെയ്തത് ഭരതനെയാണ്. സ്വന്തം മകനെയാണ് ദോഷം ചെയ്തത്. സ്വന്തം മകൻ നോക്കൂ, ശ്രീരാമചന്ദ്രൻ സകുടുംബമായിട്ടാണ് വനത്തിലാണെങ്കിലും കഴിഞ്ഞത്. ഭരതനോ എന്താണ് അമ്മ ചിന്തിച്ചത്? എൻ്റെ മകൻ യാതൊരു വിഘ്നങ്ങളും കൂടാതെ, ആരുടെയും ശല്യം കൂടാതെ രാജാവായി കഴിയണം, ഇല്ലേ? പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം എന്തായി? അമ്മയ്ക്കും പിന്നീട് സന്തോഷിക്കാൻ പറ്റിയില്ല. ഭരതന് രാജസിംഹാസനത്തിൽ ഭരതന് ഇരിക്കാൻ പറ്റിയില്ല. ശ്രീരാമദേവനെ ഭജിച്ചുകൊണ്ട് 14 വർഷവും കഴിഞ്ഞു. വെറും നിലത്ത് കിടന്നു. പിന്നെ ബാർലിയോ സംതിങ് അത് മാത്രമാണ് കഴിച്ചത്. സുമാജി എന്താണ് പറഞ്ഞിരുന്നത് അവിടെ കഴിച്ചത്? ഭരതൻ കഴിച്ചത് അങ്ങനെ 14 വർഷവും ഭരതൻ യോഗയിലായിരുന്നു, ബ്രഹ്മചര്യത്തിലായിരുന്നു. സന്തോഷിക്കാൻ പറ്റിയോ? അതെ, ജഡാവൽക്കലിനായിട്ട്. അതെ, അത് ആ ഒരു സഹോദര സ്നേഹം, അല്ലേ? അതെ അതെ. അപ്പം സന്തോഷിക്കാൻ പറ്റിയോ? സന്തോഷിക്കാൻ പറ്റിയില്ല. ഒരു നിമിഷം. സന്തോഷിക്കാനും പറ്റിയില്ല. ഒരു നിമിഷത്തെ കുറച്ചു നേരം ആ മന്ധരയുമായിട്ടുള്ള ആ സമ്പർക്കത്തിൽ കൈകേയിക്ക് ബുദ്ധിമോശം മൊത്തവും സംഭവിച്ചു. അങ്ങനെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, 2-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകമാണെന്ന്. ക്രോധാത് ഭവതി സമ്മോഹ. താരമാതാജി എടുത്തു വെച്ചേരെ. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിഭ്രമ,
പ്രംശാത് സ്മൃതിനാശോ സ്മൃതിനാശാത് പ്രണശ്യതി സംതിങ് എടുത്തു നോക്കിയ ചില. അപ്പം ദേഷ്യം വന്നു, ദേഷ്യം കൊണ്ട് പ്രഭു സ്മൃതി ബുദ്ധിനാശോ പ്രണശ്യതി. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് ആദ്യം തൊട്ട് ശ്ലോകം വായിച്ചു തരാം മാതാജി. പാരമാതാജി എടുത്തിട്ടുണ്ട് തോന്നുന്നു. വായിച്ചോളൂ മാതാജി. ഹരേ പ്രഭു. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് വായിച്ചേ. ശബ്ദാർത്ഥം വിവർത്തനല്ലേ പ്രഭു? അതെ. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. എത്ര സത്യസന്ധമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. ഭൗതികതയുടെ കയത്തിലേക്ക് വീണുപോയി. ശരിയല്ലേ? കൈകേയിക്ക് പിന്നെ ജീവിതത്തിൽ സ്വന്തം മകൻ അമ്മയെ തള്ളിപ്പറഞ്ഞു. നീ ഒരു ക്രൂരയാണ്, ദുഷ്ടയാണെന്ന് പറഞ്ഞു ഭരതൻ. സ്വന്തം അമ്മയെ, ആ മാതൃത്വം ആ സമയത്ത് തേങ്ങിയിട്ടുണ്ടാകും. ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും ക്രൂരമായ ഒരു ദൗത്യം ചെയ്തത്, ആ മകൻ പോലും സ്വന്തം അമ്മയെ തള്ളിപ്പറഞ്ഞപ്പോൾ ശരിക്കും ആ മാതൃത്വം തേങ്ങി. സുമിത്ര തേങ്ങിയതിനേക്കാൾ കൂടുതൽ കൈകേയി തേങ്ങി എന്നുള്ളതാണ് സത്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അധാർമികമായിട്ട് സൗഖ്യം കിട്ടത്തേയില്ല. ഇവിടെ ദശരഥന് ചോദിക്കുന്നു കാര്യം എന്താണെന്നുള്ളത്. ഏതാണ്ട് അബോധാവസ്ഥയിൽ നിലത്ത് കിടന്നിരുന്ന ദശരഥൻ വീണ്ടും ബോധം വീണപ്പോൾ ആ സമയത്ത് രാമന്റെ അങ്ങനെ ദശരഥ മഹാരാജാവ് വീണ്ടും ഉണർന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ ദശരഥ മഹാരാജാവ് പഴയ ആ കാലത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പതനം സംഭവിച്ചത്? വിദൂര ഭൂതകാലത്തിൽ എന്നോ ചെയ്ത ഒരു പാപകൃത്യത്തെ കുറിച്ചുള്ള സ്മരണയാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ദുഃഖത്തിന് കാരണം. എന്താണ്? ഓർമ്മയുണ്ടോ? ഒരു അന്ധനായ ഒരു വെള്ളെടുക്കാൻ വന്നപ്പോ യുവാവായിരുന്ന കാലത്ത് ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അസ്ത്രമയച്ച് രക്ഷിഭേദം നടത്താനുള്ള വിദ്യ ദശരഥ മഹാരാജാവ് സ്വായത്തമാക്കി. ഒരു നിശാവേളയിൽ സരയൂ നദീതീരത്ത് വേട്ടയാടിക്കൊണ്ടിരുന്ന ദശരഥ മഹാരാജാവ് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് എന്ന് കരുതി, ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് കേട്ടതെന്ന് കരുതി ആ ദിശയിലേക്ക് ശരമെയ്തു. ആ നിമിഷം കേട്ടത് ഒരു മനുഷ്യന്റെ ആർത്ത വിലാപമായിരുന്നു. കൂടെ ഒരു ചോദ്യവും. ഋഷികുമാരനും നിഷ്കളങ്കനുമായ എന്നെ ആരാണ് ഇത്ര ക്രൂരമായി അസ്ത്രമെയ്ത് മാരകമായി മുറിവേൽപ്പിച്ചത്? ആ മുനികുമാരൻ നിഷ്കളങ്കനായിരുന്നു, ആർക്കും ഒരു ഉപദ്രവവുമില്ലായിരുന്നു. അങ്ങനെ ദശരഥ മഹാരാജാവ് ഓടി അവിടേക്ക് ചെന്നപ്പോൾ കണ്ടത് മുറിവേറ്റ് നിലത്ത് കിടന്ന് പിടയുന്ന ഒരു മുനികുമാരനെ ആയിരുന്നു. ദശരഥ മഹാരാജാവിനെ കണ്ടതും ആ ബാലൻ മൊഴിഞ്ഞു. വൃദ്ധരും അന്ധരുമായ എന്റെ മാതാപിതാക്കൾ ഞാൻ ജലം കൊണ്ട് ചെല്ലുന്നതും കാത്ത് ആശ്രമത്തിൽ ഇരിക്കുകയാണ്. താങ്കൾ എന്നെ മാത്രമല്ല അവരെയും കൂടിയാണ് വധിച്ചത്. എന്തെന്നാൽ ഞാൻ ഇല്ലാത്ത പക്ഷം അവർ ജീവിച്ചിരിക്കുകയില്ല. നിശ്ചയം അവിടെ പോയി താങ്കൾ എന്നെ വധിച്ച എന്ന സത്യം ഏറ്റു പറയുക. എന്റെ അച്ഛന്റെയും അമ്മയോടും പറയുക, അവർ അന്ധരാണ്, അവരോടൊരു കാര്യം പറയണം. ഞാൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, അവർക്ക് വെള്ളം കൊടുക്കാൻ ആരും കാണില്ല, അവരെ സഹായിക്കാൻ സ്വന്തം മകൻ കാണില്ല എന്നുള്ള സത്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ
എന്നിട്ട് ആ കുമാരൻ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഈ അസ്ത്രം എന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരണം, ഭയങ്കരമായി എനിക്ക് വേദനയെടുക്കുന്നു പറഞ്ഞു. ദശരഥൻ അമ്പ് ഊരിയെടുത്ത് ആ ജീവനും ശരീരം വെടിയുമെന്നതിനാൽ ദശരഥൻ ശങ്കയോടെ നിന്നു. അന്നേരം ആ മകൻ ദശരഥനെ ആശ്വസിപ്പിച്ചു. ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകുമെന്ന ഭയം വേണ്ട, കാരണം ഞാൻ വൈശ്യപിതാവിനും ശൂദ്രമാതാവിനും ജനിച്ച കുട്ടിയാണ്. നിങ്ങൾ ബ്രാഹ്മണനെ വധിച്ചു എന്നുള്ള ഒരു വിഷമം വേണ്ട. സൗണ്ട് ക്ലിയർ, സൗണ്ട് കുറഞ്ഞു പോകുന്നു. മൈക്ക് നേരെ വിളിച്ചാൽ. ഹരേ കൃഷ്ണ. എപ്പോഴോ? ഇല്ല, ക്ലിയർ ആയില്ല. ആണോ? ഒന്ന് പിന്നെ ആ വോളിയം ഒന്ന് കൂട്ടി വെക്കൂ ഡോക്ടർജി. അല്ല, നമ്മൾ സെയിം വോളിയത്തിൽ വെച്ചിരിക്കുകയാണ്. മണിരാജിന്റെ സൗണ്ട് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. ഇപ്പോഴോ? ഇടയ്ക്കൊന്ന് ക്ലിയർ ആയിട്ട് പിന്നെയും ഡൗൺ ആയി നിൽക്കുകയാണ്. എന്നാലും കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പോഴോ? മൈക്ക് നേരെ കുറച്ചുകൂടെ വായുടെ അടുത്തോട്ട് വെച്ചാൽ. വെച്ചിരിക്കുന്നത് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും, ഞാൻ നോക്കട്ടെ. ലൈറ്റ് ഇഷ്യൂ ആയിരിക്കും, അതായിരിക്കും. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല, കേൾക്കാം. അല്ല, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആണ്. സൗണ്ട് കുറഞ്ഞു പോയിരുന്നു. നെറ്റ് ഇഷ്യൂ തുടങ്ങും മുതലേ ഉണ്ടായിരുന്നു. ശരി. അങ്ങനെ നമ്മള് ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച. ഫസ്റ്റിലെ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഗോക്കളെയാണ്, പശുവിനെയാണ്, ഗോ. രണ്ടാമത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗോ ബ്രാഹ്മണഹിതായ ച, ബ്രാഹ്മണരെയാണ്. ഇവിടെ പ്രഭുമാതരെ യൂസ് ചെയ്യുമ്പോൾ വെറും ബ്രാഹ്മണൻ എന്ന് യൂസ് ചെയ്യത്തില്ല. ലേൺഡ് ബ്രാഹ്മണാസ് ആണ് പ്രഭുപാദ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നോക്കണം. ലേൺഡ് ബ്രാഹ്മണാസ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല, അവൻ ബ്രാഹ്മണന്റെ ഗുണം കാണിച്ചെങ്കിൽ മാത്രമേ ബ്രാഹ്മണനാവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രഭുപാദര് സൂചിപ്പിച്ചിരിക്കുന്നത് ലേൺഡ് ബ്രാഹ്മണാസ്. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ ഇഷ്ടം എന്ന് പറയുന്നത്? ഭഗവാനെ പറ്റിയുള്ള അറിവ് ആര് നേടിയിട്ടുണ്ടോ, ഭഗവാനെ ആര് സേവ ചെയ്യുന്നുവോ അവർ തത്വത്തിൽ ബ്രാഹ്മണരാണ്. ഭഗവാനുമായിട്ട് സമ്പർക്കപ്പെട്ടിട്ടുള്ള ആരാണെങ്കിലും അവര് തത്വത്തിൽ ബ്രാഹ്മണരാണ്. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഇഷ്ടമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗോക്കളെയും ബ്രാഹ്മണരെയും, അതായത് ഭഗവാനിൽ ജ്ഞാനമുള്ളവരെ, ആ ബ്രഹ്മജ്ഞാനം നേടിയവരെ. പിന്നെ ഗോക്കളെ, പശുക്കളെ, പിന്നെ പശുക്കളെ, ബ്രാഹ്മണരെ, പിന്നെ ഗോ ബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ. ഈ ജഗത്തിന് മുഴുവൻ ഹിതകരമായിരിക്കുന്നവൻ. ജഗത് ഹിതായ കൃഷ്ണായ, ജഗത്തിന് മുഴുവൻ ഹിതകരമായിരിക്കുന്ന കൃഷ്ണായ ഗോവിന്ദായ, ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ അതുകൊണ്ടാണ് മുനികുമാരൻ പറഞ്ഞത്, പേടിക്കണ്ട, ഞാൻ ബ്രാഹ്മണരൊന്നുമല്ല, ഞാൻ വൈശ്യപിതാവിനും ശൂദ്രമാതാവിനും ജനിച്ചതാണ്. ഇത് കേട്ടുകൊണ്ട് ദശരഥൻ പെട്ടെന്ന് അസ്ത്രമൊക്കെ വലിച്ചൂരി അവിടെ ഇരുന്ന കുംഭത്തിൽ ജലം നിറച്ച് വളരെ വിഷമിച്ച് ഹൃദയവധയോടെ ആശ്രമത്തിലേക്ക് നടന്നു കയറി. അവിടെ ആശ്രമത്തിലെത്തിയപ്പോൾ ദശരഥൻ കണ്ടത് അന്ധരായ അച്ഛനമ്മമാരെ കണ്ടു. ദശരഥന്റെ പതിനിസ്വനം കേട്ടപ്പോൾ സ്വന്തം പുത്രനാണെന്ന് കരുതി അവര് ദശരഥനോട് അതിവാത്സല്യത്തോടെ ഭാഷണം തുടങ്ങി. ഇത് ദശരഥനെ കൂടുതൽ വിവശനാക്കി. എങ്കിലും എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അവരുടെ പുത്രനെ നാം അബദ്ധവശാൽ കൊന്നുപോയി എന്ന് അറിയിച്ചു. ബാക്കി ഭാഗം നമ്മൾ അടുത്തതിലോട്ട് പോകാം. പക്ഷേ പറഞ്ഞു വന്നത് പൂർവകാല കർമ്മങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും.
അന്ന് ദശരഥൻ അറിയാതെ ചെയ്തു പോയ ആ ഒരു തെറ്റ്, പക്ഷെ ആ തെറ്റിന്റെ ഡെപ്ത് വളരെ വലുതായിരുന്നു. ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെട്ടു. ഭാഗവതത്തില് വീണ്ടും പറയുന്നുണ്ട്, കണക്റ്റഡ് ആയിട്ട് വരുമ്പം ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അശ്വത്ഥാമാവിനെ കൊല്ലാനായിട്ട് അർജുനൻ പോകുമ്പോൾ ദ്രൗപദി ദേവി, ഇപ്പം ദ്രൗപദി ദേവിയുടെ 5 മക്കളെയും അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്ന 5 കുട്ടികളെയുമാണ് കൊന്നത്. ദ്രൗപദി അന്ന് വളരെ വിഷമിച്ചു. 5 കുട്ടികളും പോയി. അർജുനൻ സമാശ്വസിപ്പിച്ചു, ഞാന് അശ്വത്ഥാമാവിനെ കൊന്നിട്ട് അവന്റെ രക്തവുമായി മാത്രമേ ഞാൻ നിന്റെ മുന്നിൽ വരികയുള്ളൂ, നിന്നെ സമാധാനിക്കൂ എന്ന് പറഞ്ഞു. ദ്രൗപദി അന്നേരം ആശ്വസിച്ചു. പക്ഷേ അശ്വത്ഥാമാവിനെ വധിക്കുമെന്ന് കണ്ടപ്പോൾ ദ്രൗപദി എതിർത്തു. ദ്രൗപദി പറഞ്ഞു, ഞാനൊരമ്മയാണ്, എന്റെ കുട്ടികളെ നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമം എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇതുപോലൊരു വിഷമം അശ്വത്ഥാമാവിന്റെ അമ്മയ്ക്ക് വരരുത്, ദ്രോണാചാര്യരുടെ ഭാര്യയ്ക്ക് വരരുത് എന്ന് പറയും. അപ്പം ആ മകൻ നഷ്ടപ്പെട്ടതിന്റെ ഡെപ്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വലിയൊരു പാപം ദശരഥനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അത് അതിന്റെ സമയമായപ്പോൾ, അത് പരിപക്വമായപ്പോൾ എടുത്ത് എപ്പോഴാണോ വരേണ്ടത്. ഇപ്പം ദശരഥന്റെ സമയത്തിന് ചെറിയൊരു മോശം വന്നപ്പോൾ ഇവൻ നേരെ വന്ന് കളിച്ചു. ഇതാണ് കാലദോഷം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല കാലദോഷം എന്ന് പറയുന്നത്. അപ്പം ആ കാലദോഷത്തിനെ കലിയുഗത്തില് മറികടക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ഉപായമാണ് ഈ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ വായിക്കുന്നത്. കാലദോഷങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ ഉപായം വന്നിരിക്കുന്നത്? ആ സമയത്ത് നമ്മൾ ഭഗവാനെ വിളിക്കണം. കലിയുഗത്തിൽ തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ അറിയാതെ കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങളുടെ ആ ഡെപ്ത് കുറയും. ഒരുപക്ഷെ അത് 0 ആയി പോകും. നല്ല നടപ്പിന് വേണ്ടി, നല്ല നടപ്പ് അനുസരിച്ചിട്ട്, നല്ല നടപ്പ് കണ്ടിട്ട് ഒരു ന്യായാധിപൻ കുറ്റവാളിക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നത് പോലെ നമുക്കും നമ്മുടെ പാപങ്ങളിൽ ഇളവുണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മലയാളി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതിനകത്ത് ഈ ഇതിലെ ദശരഥ മഹാരാജാവിന്റെ ഈ ഒരു അവസ്ഥ, ദശരഥ മഹാരാജാവ് ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിച്ചുള്ളായിരുന്നെങ്കിൽ സംഭവിക്കത്തില്ലായിരുന്നല്ലോ. അതും ഒരു തെറ്റായിട്ട് കാണണ്ടേ നമ്മള്, അല്ലേ? അതിന്റെ കൂടെ ഫലമല്ലേ? ഏത് തെറ്റായിട്ട് കാണണം? 3 ഭാര്യമാരിൽ വ്യത്യസ്തമായ മക്കൾ ഉള്ളതുകൊണ്ടല്ലേ സംഭവിച്ചത്. ഒരു ഭാര്യയെ ഉള്ളൂ, ആ ഒരു ഭാര്യയിൽ ഒരു പുത്രനെ ഉള്ളൂ, അല്ലെങ്കിൽ 2 മക്കളായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നല്ലോ എന്നുള്ളൊരവസ്ഥ. അന്ന് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. അതേസമയം ഒരു രാജാവാണെങ്കിൽ ഏകപത്നി വ്രതമാണ് നല്ലത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ വന്നത്. അതെ, മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ കാണിച്ചു അവിടെ. ഞാൻ ഏകപത്നി വ്രതനായിരിക്കും. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏകപത്നിയാണ്. സത്യത്തില് ബ്രഹ്മചാരി ആയിരിക്കണം രാജാവ്. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് എല്ലാം ഉണ്ടാകില്ല. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റാച്ച്മെന്റും പാടില്ല. ബ്രഹ്മചാരി ആയിരിക്കണം രാജാവ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും. അനന്തരാവകാശിക്ക് വേറെ ഉപായങ്ങളുണ്ട്. സഹോദര പുത്രന്മാര് വരാം, വേറെ ഉപായങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു രാജാവ് എന്ന് പറയുന്നത് ഓക്കെ, രാജവംശത്തിൽ അങ്ങനെ നിൽക്കും. ഞാൻ രാജവംശത്തിനെ പറ്റിയല്ല പറയുന്നത്. ജനായത്ത ഭരണത്തിലോട്ട് വന്നപ്പോൾ അവിടെ എപ്പോഴും ഒരു ഭരണാധികാരി ബ്രഹ്മചാരി ആയിരിക്കണം, മസ്റ്റാണ്.
ഏറ്റവും നല്ല ഉദാഹരണം എങ്ങും പോകണ്ട, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ലാലു പ്രസാദ് ഇല്ലേ? സമയമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഡോക്ടർ ജി ശരിയല്ലേ? അതെ അതെ. അപ്പം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ബ്രഹ്മചാരി ആണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ദുഷിച്ചു പോകും, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദുഷിച്ചു പോകും. പ്രഭുപാദര് കൃത്യമായിട്ട് നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും എഴുത്തെഴുതിയിരുന്നു. ശീല പ്രഭുപാദര് 2 കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ഒന്ന്, മന്ത്രിസഭയിൽ ബ്രഹ്മചാരികളായിരിക്കണം കൂടുതലും. 2, ഉദ്യോഗസ്ഥന്മാര് രാവിലെ വന്ന് ഒപ്പിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ ആദ്യം ഒരു റൗണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഇത് അദ്ദേഹം നെഹ്റുവിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതില്ലാത്തതിന്റെ ഭാഗമാണ് ഇത് വന്നത്. പിന്നെ രണ്ടാമത് വേറൊരു വാണിംഗ് മഹാത്മാഗാന്ധിക്ക് കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗാന്ധിക്ക് ശീലപ്രഭുപാദർ എഴുത്തെഴുതിയിരുന്നു, ഞാൻ അങ്ങയുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്, അങ്ങ് ഏറെക്കാലം ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങേക്ക് അകത്തും പുറത്തും, അങ്ങേക്ക് അങ്ങ് നിൽക്കുന്ന പ്രസ്ഥാനത്തിനകത്തും അതുപോലെ തന്നെ പുറത്തും ശത്രുക്കളുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ദൗത്യം കഴിഞ്ഞു, ഇനി അവിടെ നിൽക്കരുത്, നേരെ എൻ്റെ അടുത്തേക്ക് വരാൻ പ്രഭുപാദര് പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി കേട്ടില്ല. 7 ദിവസം കൂടെ പിന്നെ ജീവിച്ചിരുന്നുള്ളൂ. പ്രഭുപാദർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ്. ഹരേ കൃഷ്ണ. അപ്പം സമയമായിട്ടുണ്ട്. സുമാജി ഇല്ലേ? സ്മിത മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആകെ ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാഞ്ഞത്. ഓക്കെ. അപ്പൊ എന്താ പ്രഭു? ഗീതമാതാജി വേറെ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നോ സെയിം ടൈം? ക്ലാസ് അല്ല, ഓഫീസ് കോള് വന്നു. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റത്തെ 10 മിനിറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീണ്ടും വെള്ളിയാഴ്ച കാണാം. ശനിയാഴ്ച ദാമോദര മാസം ആരംഭിക്കുന്നു. അടുത്ത ബുധനാഴ്ച രാമായണം ദാമോദര ആരതിയുടെ കൂടെയാണ്. സുമാജിയുടെ വീട്ടിലാകാം, കുഴപ്പമില്ലല്ലോ. എന്റെ പിറന്നാളും കൂടി ഒന്ന്. ഓ വെരി ഗുഡ്. നോക്കൂ, ഇതെല്ലാം ഞാൻ കോയിൻസൈഡ് ആയിട്ടാണ്. ഇതെല്ലാം ഭഗവാൻ കേൾക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഓക്കെ. നമ്മുടെ വീട്ടിൽ വെച്ചാവാം. ബുധനാഴ്ച അവിടെ വെച്ചാകാം. പിന്നെ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് ദാമോദര ആരതിയോടൊപ്പം നീരാജിയുടെ വീട്ടിലാകാം അല്ലേ? ഓക്കെ. ഇത് രണ്ടും. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് അല്ലേ സിമ്മി? ഹരേ കൃഷ്ണ. ഓക്കെ. നോക്ക്, രാമായണം വായിക്കാൻ പറ്റിയ രാമായണം ആണെങ്കിൽ വാങ്ങിക്കാവൂ, ഇല്ലെങ്കിൽ PDF പേജ് അയച്ചു തരാം. ഒരു ബുക്ക് മേടിക്കാം. ബുക്ക് ആകുമ്പം അത് അതെ, അത് വായിക്കാൻ പറ്റുന്ന ബുക്ക് ആണെങ്കിൽ വാങ്ങിക്കാം. ഒന്ന് പിന്നെ കുരുക്ഷേത്ര ബുക്ക് സ്റ്റാളിന്റെ ആണെങ്കിൽ വാങ്ങിക്കാം. DC ബുക്സിന്റെ ആണെങ്കിലും വാങ്ങിക്കാം. ബാക്കിയുള്ള കുരുക്ഷേത്ര അതെ, അധ്യാത്മ രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ നല്ലത്. അതെ, കുരുക്ഷേത്ര പ്രകാശൻ, കുരുക്ഷേത്ര ബുക്ക് സ്റ്റാള്. അവിടെ ഈ ബുക്ക് സ്റ്റാളിന്റെ പേരാണോ അവിടെ ഉണ്ടോ? അല്ല, ഈ ബുക്കിന്റെ പബ്ലിഷേഴ്സിന്റെ പേരാണ് പറഞ്ഞത്. കുരുക്ഷേത്രയുടെ പ്രകാശൻ. അതെ, കുരുക്ഷേത്ര പ്രകാശൻ. പിന്നെ DC ബുക്സ് കൊള്ളാം, DC ബുക്സും കുഴപ്പമില്ല. വിശ്വഭാരതി എങ്ങനെയുണ്ട്? വിശ്വഭാരതി ഞാൻ കണ്ടിട്ടില്ല. സുമാജി എങ്ങനെയാണോ? നല്ലതാണോ? ഇതാണ് വിശ്വഭാരതി നമ്മളെഴുതിക്കുന്നത്. എങ്ങനെയുണ്ട്? വായിക്കാൻ നല്ലതാണോ? വായിക്കാൻ കുഴപ്പമില്ല. ലൈൻസ് ചിലപ്പോ കുറച്ചുകൂടെ ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ലത് തന്നെയാവും.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാങ്ങിക്കുകയേ ചെയ്യരുത്. ഉമ്മാജിയുടെ ഇരിക്കുന്ന വിശ്വഭാരതിയാണോ? അല്ല അല്ല അല്ല, എന്റെ കുരുക്ഷേത്ര പ്രകാശനം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാങ്ങിക്കരുത് കേട്ടോ, ഒരിക്കലും. വ്യത്യാസം? ഒരുപാട് വാക്കുകൾ വ്യത്യാസമുണ്ട്, വെറുതെ എഴുതി വാരി വലിച്ച് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മള് ഈ ഇരിക്കുമ്പോ നമുക്ക് എല്ലാം കിട്ടുമല്ലോ, മാറി മാറി വരുമ്പോ നമുക്ക് മനസ്സിലാവും. നിന്റെ കയ്യിൽ ഏതാ പബ്ലിഷേഴ്സ്? മീനയുടെ കയ്യിൽ ഏതാ? ഇപ്പൊ നമ്മള് വായിച്ചതെല്ലാം ഈ വാക്കുകൾ മ്യൂട്ടാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ സംസാരിക്കാം.